ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2023 നവംബർ 15 മുതൽ 30 വരെയുള്ള PSC ബുള്ളറ്റിനിൽ വന്ന 10 പോയിന്റ്സ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ബാലൻ ഡിയോർ പുരസ്കാരം. മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള 2023 ബാലൻ ഡിയോർ പുരസ്കാരം ലയണൽ മെസ്സിക്ക്. വനിതാ വിഭാഗത്തിൽ സ്പാനിഷ് താരം ഐറ്റാന ബോൺമാട്ടിയാണ് ജേതാവ്. മികച്ച സ്ട്രൈക്കർക്കുള്ള പുരസ്കാരം എർലിൻ ഹാളണ്ടും മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം എമിലിയാനോ മാർട്ടിനസും നേടി. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചതിനുള്ള പുരസ്കാരം വിനീഷ്യസ് ജൂനിയർ നേടി. മാഞ്ചസ്റ്റർ സിറ്റിയാണ് മികച്ച പുരുഷ ടീം. FC ബാഴ്സലോണയാണ് മികച്ച വനിതാ ടീം. ബാലൻ ഡിയോർ പുരസ്കാരം. മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള 2023 ബാലൻ ഡിയോർ പുരസ്കാരം ലയണൽ മെസ്സിക്ക്. വനിതാ വിഭാഗത്തിൽ സ്പാനിഷ് താരം ഐറ്റാന ബോൺമാട്ടിയാണ് ജേതാവ്. മികച്ച സ്ട്രൈക്കർക്കുള്ള പുരസ്കാരം എർലിൻ ഹാളണ്ടും മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം എമിലിയാനോ മാർട്ടിനസും നേടി. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചതിനുള്ള പുരസ്കാരം വിനീഷ്യസ് ജൂനിയർ നേടി. മാഞ്ചസ്റ്റർ സിറ്റിയാണ് മികച്ച പുരുഷ ടീം. FC ബാഴ്സലോണയാണ് മികച്ച വനിതാ ടീം. ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി ഓസ്ട്രേലിയൻ താരം ഗ്ലെൻ മാക്സ്വെല്ലിന്. 40 പന്തുകളിലാണ് സെഞ്ചുറി പൂർത്തിയാക്കിയത്. ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി ഓസ്ട്രേലിയൻ താരം ഗ്ലെൻ മാക്സ്വെല്ലിന്. 40 പന്തുകളിലാണ് സെഞ്ചുറി പൂർത്തിയാക്കിയത്. ഗോവയിൽ നടന്ന 37ാമത് ദേശീയ ഗെയിംസിൽ നീന്തൽ താരമായ സജൻ പ്രകാശ് കേരളത്തിന്റെ പതാകയേന്തി. ഗോവയിൽ നടന്ന 37ാമത് ദേശീയ ഗെയിംസിൽ നീന്തൽ താരമായ സജൻ പ്രകാശ് കേരളത്തിന്റെ പതാകയേന്തി. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷന്റെ പ്രസിഡന്റായി K. മാധവൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷന്റെ പ്രസിഡന്റായി K. മാധവൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ സമഗ്ര സാഹിത്യ പുരസ്കാരം കഥാകൃത്ത് T. പത്മനാഭന്. പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ സമഗ്ര സാഹിത്യ പുരസ്കാരം കഥാകൃത്ത് T. പത്മനാഭന്. ഈ വർഷത്തെ ഭരണഭാഷാ പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച ജില്ലയായി മലപ്പുറം തിരഞ്ഞെടുക്കപ്പെട്ടു. സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പാണ് മികച്ച വകുപ്പ്. ഈ വർഷത്തെ ഭരണഭാഷാ പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച ജില്ലയായി മലപ്പുറം തിരഞ്ഞെടുക്കപ്പെട്ടു. സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പാണ് മികച്ച വകുപ്പ്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര 2. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര 2. ഇന്ത്യൻ വംശജയായ നന്ദിനി ദാസിന് ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ്. കോട്ടിംഗ് ഇന്ത്യ, ഇംഗ്ലണ്ട്, മുഗൾ ഇന്ത്യ ആൻഡ് ദി ഒറിജിൻ ഓഫ് എംപയർ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. ഇന്ത്യൻ വംശജയായ നന്ദിനി ദാസിന് ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ്. കോട്ടിംഗ് ഇന്ത്യ, ഇംഗ്ലണ്ട്, മുഗൾ ഇന്ത്യ ആൻഡ് ദി ഒറിജിൻ ഓഫ് എംപയർ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റുകൾ. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇനി റിവിഷനായിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഗോവയിൽ നടന്ന 37ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ പതാക ഏന്തിയതാര്? ഉത്തരം സജൻ പ്രകാശ്. അടുത്ത ക്വസ്റ്റ്യൻ: 2023 ഭരണഭാഷാ പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടതേത്? ഉത്തരം മലപ്പുറം. അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ പറയുന്നില്ല. അതിന്റെ ആൻസർ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താം. ക്വസ്റ്റ്യൻ ഇതാണ്: ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ താരമാര്?
ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.